ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഗ്യാസ് വിതരണത്തിൽ മുൻഗണന നൽകണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂരിലും ഹോട്ടലുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 കുടുംബം മുതൽ 50 കുടുംബങ്ങൾ വരെയാണ് മിനിമം ഒരു ഹോട്ടലിൽ ജീവിതമാർഗം കണ്ടെത്തുന്നത്. അത് ഇത്രയും കുടുംബങ്ങൾ, അതോടൊപ്പം മത്സ്യ മാംസ വ്യാപാരം നടത്തുന്ന തൊഴിൽ മേഖലകളിലും പച്ചക്കറി നടത്തുന്ന മേഖലകളിലും എല്ലാം ഈ ഹോട്ടൽ മേഖല അടച്ചിടുന്നതോടുകൂടി ഗ്യാസ് കിട്ടാത്തതിനാൽ പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ നിലമ്പൂർ പ്രദേശത്തായാലും ഏകദേശം 50% ഹോട്ടലുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ റംളാൻ മാസമായതുകൊണ്ട്, നോയമ്പുകാലമായതുകൊണ്ടും നിലമ്പൂരിലുള്ള 50% ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് പോലും ഗ്യാസ് കുറ്റി ലഭിച്ചുകൊണ്ടിരിക്കുക. ഈ റംളാൻ മാസം കഴിഞ്ഞാൽ വരുന്ന ഒരാഴ്ച കഴിയുന്നതോടെ എല്ലാ ഹോട്ടലും തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഗ്യാസ് ലഭിക്കാത്ത ഒരവസ്ഥ വരികയും മുഴുവൻ ഹോട്ടലുകളും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഏറ്റവും വലിയ സ്വയം തൊഴിൽ മേഖലയായ ഹോട്ടൽ മേഖലയെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗ്യാസ് വിതരണം ചെയ്യാൻ ഹോട്ടൽ മേഖലയ്ക്ക് വിതരണം ചെയ്തുകൊണ്ട് ഈ സംരംഭത്തെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആദ്യമേ മുൻകൈ എടുക്കണമെന്നാണ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിലമ്പൂരിൽ പുലർച്ചെ മുതൽ യാത്രക്കാർ കൂടുതലെത്തുന്ന ടൗണാണ്. രാജ്യറാണിയിൽ വന്നിറങ്ങി വയനാട്, നീലഗിരി ഭാഗത്തേക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നവർ ഭക്ഷണത്തിനും മറ്റും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഏറെ പേരെയാണ് ബാധിക്കുക. ഇന്ധന ലഭ്യത കുറഞ്ഞ നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകളെ അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി ഇന്ധനം എത്തിക്കുന്നതിന് അനുമതി നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രതിസന്ധി ഗാർഹിക മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുമെന്ന ആശങ്കയുമുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് യൂണിയൻ, സെക്രട്ടറി ഷാനവാസ് സിറ്റി പാലസ്, ട്രഷറർ പി മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.